മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്തതിനെതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തത് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം സുപ്രീം കോടതിയിൽ തുടരുമോ അതോ ഹൈക്കോടതിയിലേക്ക് പോകാമോ എൽസ്റ്റൺ എസ്റ്റേറ്റിന്? വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിശദമായ വാദം ഉന്നയിക്കാനാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി എന്നുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം അത് പര്യാപ്തമല്ല എന്നും 2013 നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക ലഭിക്കണം എന്നുമാണ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ നിലവിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ വാദിച്ചത്. എന്നാൽ ഇതുവരെ ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചില്ലേ എന്നാണ് ആദ്യമേ തന്നെ സുപ്രീം കോടതി ആരാഞ്ഞത്. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് നടപടികൾ പുരോഗമിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പായി തന്നെ സംസ്ഥാന സർക്കാർ ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. എന്തായാലും ഈ ഹർജി സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വിശദമായ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാനാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.